I tell you, whatever you ask in prayer, believe that you have received it, and it will be yours. St. Mark chapter 11, verses 24. We begin with the sign of the cross. In the name of the Father, and of the Son, and of the Holy Spirit. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുനിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരെ ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ നീ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ തിന്മയോട് ഞങ്ങൾ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയുമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളില് നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ വയറ്റിലെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു തമ്പുരാൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യമർത്ത മറിയുമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഞങ്ങൾക്ക് അപേക്ഷിക്കുമാറാകണമേ. ആമീൻ. തലകളെ വണക്കി നമുക്ക് പ്രാർത്ഥിക്കാം. യേശു എന്ന ജീവന്റെ ഉറവിടവും വഴിയും സത്യവുമാകുന്ന യഹോവയാം ഏകദൈവമേ, നിനക്ക് നന്ദി. എല്ലാ ശനിയാഴ്ചയും നിന്റെ വിശുദ്ധ മറിയം വീടിന്റെ കീഴിൽ നടത്തുന്നതായ ഈ വിശുദ്ധമായ പ്രാർത്ഥനാ യോഗം നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇന്നയോളം യേശുവെ പ്രാർത്ഥനയ്ക്കായി അഭയപ്പെട്ട മക്കൾക്ക് എല്ലാം ഞങ്ങൾ നിന്റെ കാൽപ്പീഠത്തെങ്കില് അവരെ വെച്ച് പ്രാർത്ഥിക്കുന്നു. നാഥ, നിന്റെ വചനം എന്റെ നാമത്തില് എന്നോട് പ്രാർത്ഥിക്കുന്നതെല്ലാം ചെയ്തു തരുമെന്നത്രേ നിന്റെ വാഗ്ദാനം. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവേ, എല്ലാത്തിനും കഴിവുള്ളവനായ രക്ഷക, അത്ഭുതങ്ങളും അടയാളങ്ങൾ ഈ പ്രാർത്ഥനാ മീറ്റിങ്ങിൽ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ, ഞങ്ങളുടെ അനാഥശാലയെ നീ കാക്കണം, കരുതണം. അധ്വാനിക്കുന്ന മക്കളെ കരുതിക്കൊള്ളണം. അതിനു വേണ്ടി കൈനീട്ടുന്ന മക്കളെ ഈ ലോകത്തും വരും ലോകത്തും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യേശു എന്ന ദൈവനാമത്തില് അമ്മയുടെ മധ്യസ്ഥ യാതനകളാൽ തന്നെ ആമീൻ. Psalm 21. ബാറക്മോർ, ഞാൻ എന്റെ കണ്ണ് പർവ്വതത്തിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. നിന്റെ കാൽ വഴുതുവാൻ ഞാൻ സമ്മതിക്കയില്ല. നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. യഹോവ നിന്റെ പരിപാലകൻ. യഹോവ നിന്റെ വലത്തുഭാഗത്ത് നിനക്ക് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. ആമീൻ. യേശു മഹോന്നതനെ, മഹോന്നതനെ വേഗം കാണാം. മൽപ്രേമകാന്തനെ കാണാം. കഷ്ടതയേറെ സഹിച്ചവരും കല്ലേറടി കണ്ടു മരിച്ചവരും മശിഹായോട് വാഴുന്ന നാട്ടിൽ മഹോന്നതനെ വേഗം കാണാം. മൽപ്രേമകാന്തനെ കാണാം. പൊന്മണി മാലയവേനെനിക്കുതരും ശുഭ്രവസ്ത്രം. നാഥനെന്നെ ധരിപ്പിക്കുമന്നേ കണ്ണുനീരാകെ ഒഴിഞ്ഞിടുമേ. 1000 ആണ്ടു വസിക്കും അവനുടെ നാട്ടിൽ. എനിക്കായൊരുക്കിയ വീട്ടിൽ. യേശു മഹോന്നതനെ, മഹോന്നതനെ വേഗം കാണാം. മൽപ്രേമ കാന്തനെ കാണാം. രാപ്പകലില്ലവിടെ പ്രശോഭിതമായൊരു നാടേ.
നാലു ജീവികൾ പാടും അവിടെ, ജീവജല നദിയുണ്ടവിടെ. ഇവ മരങ്ങളുമായി നിലകൊണ്ടൊരു ദേശം, നല്ലൊരു ഭുവനദേശം. യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം, മൽപ്രേമകാന്തനെ കാണാം. Psalms 91. ബാർക്കുമോർ അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച് അവൻ എന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയുന്നു. അവൻ നിന്റെ വേട്ടക്കാരന്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. തന്റെ തൂലുകൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവന്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവന്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമാകുന്നു. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിക്കാനില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല. നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും. യഹോവേ, നീ എന്റെ സങ്കേതമാകുന്നു. നീ അത്യുന്നതനെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. നിന്റെ എല്ലാ വഴികളിൽ നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്മേലും മണലുമേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമാനി നീ മെതിച്ചു കളയും. അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്റെ നാമത്തെ അറിയിയാൽ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരം അരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോടുകൂടിയിരിക്കും. ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ദീർഘായുസ്സുകൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും. എന്റെ രക്ഷയെ അവന് ഞാൻ കാണിച്ചു കൊടുക്കും. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാർക്കുമോർ. Let us pray. Heavenly Father, we bow down before you in all humility as a family with hearts full of gratitude as we join in prayer week after week, showing us signs that our prayers have been answered as per your will. We will praise you, we worship you, we thank you, Master. We believe in the power and gift of prayer, which connects us to your infinite wisdom, your love, and your unwavering presence and guidance, Lord. Abba, Father, we pray for all those who are sick, in pain, and those in need of our prayer. We pray for all our children who have got the results of the respective exams and are awaiting for their future plans and goals in their lives with your blessings. Loving Father, we call unto you with trustful faith for this St. Mary and Vishuddha home, this vision that you have given to our dear Paulus Sachin, and in all his true dedication, may this mission be fulfilled with your mighty power and grace. May this home for the abandoned, the destitute, and the have-nots be a beacon of light, a place of comfort and consolation, and stand as a true testimony of your love to glorify your wondrous name. Nothing is too difficult for you, Master. May the spirit of giving and sharing grow in us to make a difference in the lives of the destitutes and the have-nots. Submitting our wish to the home in your loving hands, Master. Loving Father, we thank you for opening the hearts of all our sponsors, for all the 24 rooms for the palliative care home and our retreat home. This is a miracle to glorify your mighty name. Abba, Father, may our community kitchen satisfy the greatest hunger of mankind. May every hand that prepares the food and may every heart that gives be blessed with your grace. We pray for all ardent supporters, all our sponsors for the home and for our one-day meal. Especially we remember all the families who sponsored for the whole of this week, Lord. May God bless our dear families who so graciously donated all the rice bags for this month and for the next month too. This is the Lord's doing. Thank you, Master. You are our loving provider. Father, we pray for our dear Tirumeni, all our dear Achins who lead us in prayer, and for the Holy Qurban at St. Joseph's Chapel, Trishul. We pray for all our life members, all our well-wishers from other communities and other religion for their loving support to our home. And may they all be blessed for their continued support and help.
We uphold all our dear doctors and nurses for the charitable and loving care services to all our residents in our home. We pray for our dear Joscuti and Lucy for the committed services to our home. We pray for all our dear service providers and all our staff members who tirelessly serve with such dedication and love to all the members of our home. May all our prayer warriors be blessed with your grace. We submit all our dear families into your loving hands. Master, may the Holy Spirit guide and bless us in the completion of all upcoming projects. The construction work of our retreat home has already started with your grace and blessing. Help us, Lord, to face all the hurdles that come in the way of our mission work. Your ways, Lord, are greater than our ways, as you are going to make the dedication of our palliative care home and a retreat home possible by January 2025. Thank you, Lord, for answering all our prayers, as this is your promised word. Nothing is impossible for you, Master. You are our living God. You are our refuge and our strength. There is victory in the precious blood of Jesus. You are the Alpha and the Omega. May the unfailing love of our resurrected Lord be with us as we put all our hope and trust in you and you alone. Help us, Lord, to be mindful of the needs of others and to give generously and joyfully. And in doing this, we are fulfilling your will alone, as all that we have is yours and your gift alone. Master, open the hearts to share this joy with the least of our brethren. We rejoice as we hand over the fourth house to the roof for the homeless by the end of this week to Mintu Money and a widow with 2 children, as she continues to glorify our loving God. May God Almighty bless their dear family for this caring and compassionate donation, and be blessed in the eyes of our Lord. Father, we have no other God, and you alone are our living God. Our help comes from the Lord who made the heaven and the earth. We trust and believe in your promised word that you will never leave us or forsake us. Father, Anna cried out to you in faith and you answered her prayers. May the same faith bless Master as we pray for Chris and Sangeeta to be blessed with a child as per your will, and may they glorify your mighty name. Father, you are our divine source of consolation and comfort. As we pray for the departed soul of Mathai uncle and Vijay Thomas uncle, may the good Lord strengthen the family members to bear this loss. Abba, Father, we thank you for answering our prayers as our brother Chaco Jacob is out of the ventilator, and may he get full recovery with your grace and mercy. Master, you showed us the joy in the face of our resident member Lazar as he celebrated his birthday at the Vishuddha home. Master, we pray for all those who are struggling to find a good job. Bless them all to fulfill their purpose in life and feel your love. We pray for the nation. We pray for the people of India, those living in Kerala, to bear the terrible heat and be blessed with showers of rain. We ask you all this in a precious and mighty name. Yehovah Yireh El Shaddai, Viranam Devam Alpuda Mandri Saukya Prabhu. Amen and Amen. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 35 മുതൽ 46 വരെയുള്ള വചനങ്ങൾ. യേശു അവരോട് പറഞ്ഞത്, ഞാൻ ജീവന്റെ അപ്പമാവുന്നു. എന്റെ അടുക്കൽ വരുന്നവന് വിശക്കയില്ല, എന്നിൽ വിശ്വസിക്കുന്നവനെ ഒരു നാളും ദാഹിക്കുകയുമില്ല. എന്നാൽ നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ. പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എന്റെ അടുക്കൽ വരും. എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയില്ല. ഞാൻ എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്. അവൻ എനിക്ക് തന്നതിൽ ഒന്നും ഞാൻ കളയാതെ എല്ലാം ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണം എന്നാവുന്നു എന്നെ അയച്ചവന്റെ ഇഷ്ടം. പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്ന് ആകുന്നു എന്റെ പിതാവിന്റെ ഇഷ്ടം. ഞാൻ അവനെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പം എന്ന് അവൻ പറഞ്ഞതിനാൽ യഹൂദന്മാർ അവനെ കുറിച്ച് പിറുപിറുത്തു. ഇവൻ യോസേപ്പിന്റെ പുത്രനായ യേശു അല്ലയോ? അവന്റെ അപ്പനെയും അമ്മയെയും നാം അറിയുന്നുവല്ലോ. പിന്നെ ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നു എന്ന് അവൻ പറയുന്നത് എങ്ങനെയെന്ന് അവർ പറഞ്ഞു. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, നിങ്ങൾ തമ്മിൽ പിറുപിറുക്കേണ്ട. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. എല്ലാവരും ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവരാകും എന്ന് പ്രവാചക പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നു. പിതാവിനോട് കേട്ടു പഠിച്ചവരെല്ലാം എന്റെ അടുക്കൽ വരും. പിതാവിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ട് എന്നല്ല,
ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവൻ മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ. ദൈവമേ, സ്തുതി എനിക്ക് യോഗ്യമാവുന്നു. ബാറയ്ക്കുമോ. യേശു എന്ന ഏകനായ ദൈവം തമ്പുരാന് നിന്റെ പരിശുദ്ധാത്മാവിന്റെ കാറ്റ് എവിടെ നിന്ന് വരുന്നു എന്നറിയുന്നില്ല. പക്ഷെ കാറ്റിന്റെ അനുഭവം നമ്മൾ അനുഭവിച്ചവരാണ്. അപ്രകാരം ഇന്ന് ഈ പ്രാർത്ഥനാ യോഗത്തെ സംബന്ധിച്ചവരും സംബന്ധിക്കാനിരിക്കുന്നവരും ഈ വചനം പറയുന്നവരും കേൾക്കുന്നവരെല്ലാം ദൈവാത്മാവിനാൽ അവരുടെ ദാഹവും വിശപ്പും സമ്പൂർണമായി മാറി അവന്റെ അടുക്കലിരുന്ന് അവനിൽ വിശ്വസിച്ച് ജീവജലം ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവവചനം സെന്റ് ജോൺ ചാപ്റ്റർ 6 വേഴ്സ് 35 to 46 അതിൽ 35-ാം വാക്യം ഇങ്ങനെയാണ് വായിച്ചു കേട്ടത്. I am the living God, the bread of life. Whoever comes to me shall not hunger, and whoever believes in me shall not never thirst. യേശു അവരോട് പറഞ്ഞു, ഞാനാണ് ജീവനുള്ള ദൈവം, ജീവന്റെ അപ്പം. എന്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയുമില്ല. അപ്രകാരം യേശുവിന്റെ തിരുസന്നതിയിൽ വരികയും അവൻ വിശ്വസിക്കുന്ന ഈ മക്കളിലെല്ലാം അത്ഭുതകരമായി അവിടെ വിശപ്പും ദാഹവും മാറിയവരായി സംതൃപ്തരായി സന്തോഷവതികളും സന്തോഷ മക്കളുമായി അനുഗ്രഹത്തിന്റെ സന്താനമായി സമാധാനത്തോടെ പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കേരളം വരണ്ടു വിണ്ട കീറുകയാണ്. അടുത്ത സമയത്ത് 2 ദിവസമായിട്ടുള്ളൂ മഴ ലഭിച്ച്. 6 നീണ്ട മാസങ്ങള് മഴ ലഭിക്കാതിരുന്ന കേരളത്തിന്റെ മണ്ണെല്ലാം ഉണങ്ങി വരണ്ട് വിണ്ട് കീറിയതായ അനുഭവമാണ്. അവിടെ വസിക്കുന്നവർക്ക് പോലും ജീവിക്കാൻ പറ്റില്ലാത്ത രീതിയിൽ ഉണങ്ങി വരണ്ട സ്ഥലമാണ്. അതിലൊരു മഴ ലഭിക്കുമ്പോൾ ലഭിക്കുന്നതായ സന്തോഷം ഭൂമി അട്ടഹസിക്കും. മനുഷ്യൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും, മഴയിൽ കിടന്ന് കുളിക്കും. അപ്രകാരം ദൈവാത്മാവിനാൽ ദാഹിച്ചും വിശന്നും വന്ന ഓരോ മക്കളും അവരുടെ എന്ത് ദാഹവും വിശപ്പുമാകട്ടെ അത് മാറുന്ന ദിവ്യാനുഭവം പരിശുദ്ധാത്മാവിനാൽ ഈ സമയത്ത് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാറ്റ് എവിടെ നടിക്കുന്നു എന്ന് അറിയുന്നില്ല, പക്ഷെ കാറ്റിന്റെ അനുഭവം ഓരോ മക്കളുടെ ആത്മാവിലും മനസ്സിലും ശരീരത്തിലും കണ്ണിലും അവരുടെ കുടുംബങ്ങളിലും ഇന്ന് നിറഞ്ഞു നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സമറിയക്കാരി സ്ത്രീ യേശു സംസാരിച്ചപ്പോൾ യേശു പറഞ്ഞ വാക്യമുണ്ട്, നിന്നെ ദൈവത്തിന്റെ ദാനം നീ എന്തെന്നറിയുന്നു എങ്കിൽ, നിന്നോട് സംസാരിക്കുന്ന ആരെന്നറിഞ്ഞുവെങ്കിൽ ജീവന്റെ ജലം അവനോട് ചോദിക്കുമായിരുന്നു. അപ്രകാരം നിത്യജീവന്റെ ജലം സമരിയക്കാരിക്ക് കൊടുത്ത് അവളുടെ ദാഹം തീർത്ത ദൈവം തമ്പുരാൻ എന്റെയും നിങ്ങളുടെയും ദാഹവും വിശപ്പും തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അവനെ കാണുവാനായി ബൈബിളിൽ കാത്തിരുന്നതായി സിമെയോൻ എന്ന അനേക ഏജസ് നോ ഏജ് അത്രമാത്രം കാലഘട്ടങ്ങളിലെ യേശുവിനെ കാണാൻ കാത്തിരുന്ന സിമെയോൻ യേശുവിനെ തന്റെ അമ്മയും അപ്പനും ദേവാലയത്തിലെ കാഴ്ചയർപ്പിക്കാൻ കൊണ്ടുവന്നപ്പോൾ പരിശുദ്ധാത്മാവ് തോന്നിച്ച് ദേവാലയത്തെ സിമെയോൻ കടന്നു ചെല്ലുകയാണ്. യേശുവിനെ തന്റെ കരത്തിൽ എന്തിക്കൊണ്ട് സിമെയോൻ പറഞ്ഞ വാക്കുണ്ട്, എന്റെ കർത്താവേ, അങ്ങയുടെ തിരുവചന പ്രകാരം അവിടെ ദാസനെ സമാധാനത്തോടെ പറഞ്ഞയക്കണമേ. എന്തുകൊണ്ടെന്നാ രക്ഷയെ എന്റെ കണ്ണ് കണ്ടു എന്ന്. എൻ്റെ നിങ്ങളുടെ ജീവിതത്തിലെല്ലാം യേശുവിനെ നമ്മുടെ ഉൾക്കണ്ണുകൊണ്ടും പുറം കണ്ണുകൊണ്ടും കാണുവാനുള്ള അനുഭവം പരിശുദ്ധാത്മാവിൽ നിന്ന് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ശിവൻ പറഞ്ഞ പ്രകാരം ഞാൻ സംതൃപ്തനാണ്, ഇനി എനിക്ക് ജീവിക്കുക പോലും ചെയ്യേണ്ട, എന്നെ പറഞ്ഞയക്കണമേ. എന്തുകൊണ്ടെന്നാൽ എന്റെ രക്ഷയെ ഞാൻ കണ്ടു എന്ന് പഠിപ്പിക്കുകയാണ്. അങ്ങനെ ജീവന്റെ ജലം യേശുവിൽ ലഭിക്കുവാൻ യേശുവിന്റെ അടുക്കൽ വരണം. അവൻ വിശക്കില്ല, അവൻ വിശ്വസിക്കണം, ദാഹിക്കുകയില്ല. എന്തുകൊണ്ടെന്നാൽ അവനെത്ര ജീവന്റെ ആരംഭവും അവസാനവും, ആൽഫയും ഓമേഗയും ഓലാഫും താവും ആരംഭവും അവസാനവും ഉത്ഭവവും പര്യവസാനവും അവൻ മാത്രമാണെന്ന് ഓർപ്പിക്കുകയാണ്. മധ്യസ്ഥ പ്രാർത്ഥനയിൽ പറഞ്ഞ പ്രകാരം അവനാണ് വീരനാം മന്ത്രി, അവനാണ് അത്ഭുത ദൈവം, അവനാണ് നിത്യദൈവം, അവനാണ്
സമാധാന പ്രഭു എന്ന്. അപ്രകാരം അവനെ കണ്ടെത്തിയ മക്കളായി ഞാനും നിങ്ങളും തീരട്ടെ എന്ന് പറയുന്നു. അച്ഛന്റെ വ്യക്തിഗതമായ ജീവിതത്തിലെല്ലാം ധാരാളം ദാഹവും വിശപ്പും ഉണ്ടായിരുന്ന കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. ഇങ്ങനെയായിരുന്നു. വലിയ വീടുണ്ടാക്കണമെന്നായിരിക്കാം, സ്വത്ത് ഉണ്ടാക്കണമെന്നായിരിക്കാം, ധാരാളം പഠിക്കണമെന്നായിരിക്കാം, സ്ഥാനം കിട്ടണമെന്നായിരിക്കാം, അല്ലെങ്കിൽ അതിനുള്ള അധികാരം കിട്ടണമെന്നായിരിക്കാം. ഇന്ന് 100% 100% away from these all kinds of thirst and hunger. ഒരു കാര്യം വില്ലഴിക്കും. എന്റെ ജീവിതത്തിൽ മരിക്കുന്നു ഭായി. എനിക്കുള്ളതായ 1 സെന്റ് ഭൂമിയും 1 രൂപയും പേരിൽ കാണാൻ പാടില്ല. പാവപ്പെട്ടവന് വേണ്ടി മാത്രം, കുടുംബത്തിനോ കുടുംബ മക്കൾക്കോ ഉള്ളതല്ല എന്ന് പറയാനുള്ളതായ മനസ്സ് ഉണ്ടായി. ധാരാളം കാര്യങ്ങളോട് വിട പറയുവാൻ ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വ്യക്തിഗതമായി എന്നെ പ്രേരിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എന്റെയും നിങ്ങളുടെ ജീവിതത്തിലെല്ലാം ദാഹിച്ചും വിശന്നുമാണ് വന്നതെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാവിന്റെ അനവരതമായ നിറവിനാൽ വരണ്ട ഭൂമിയില് പെരുമഴ പെയ്ത് ജീവനീർ ഒഴുകിയ പ്രകാരം നമ്മുടെയും ജീവിതത്തിൽ ഒഴുകുകയും ജീവിതത്തെ ഗ്രേറ്റ് ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ച് ആശ്വാസം ലഭിച്ച മക്കളായി. യേശു പറഞ്ഞ വാക്കുണ്ട്, തന്റെ സമാഗമന കൂടാരത്തിന്റെ അവസാന പെരുന്നാളിൽ നിന്നുകൊണ്ട് പറയുകയാണ്, ഇതാ ദാഹിക്കുന്ന എല്ലാവരുമേ എന്റെ അടുക്കൽ വന്ന് കുടിക്കുവീൻ, പൈസ കൂടാതെ ഞാൻ നിങ്ങൾക്ക് തരുന്നത് അത്രേ. അങ്ങനെ ജീവന്റെ ജലം ലഭിച്ചവരായ ഓരോരുത്തരും വിശപ്പും ദാഹവും തീർന്നവരായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദൈവ നന്മകളും സ്നേഹവും അവന്റെ അനുഗ്രഹങ്ങളും എല്ലാ വ്യക്തികളിലും കുടുംബങ്ങളിലും നേരുന്നു. മേ ഗോഡ് ബ്ലസ് യു ഓൾ. ഐ ലവ് യു ഓൾ. താങ്ക് യു. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും ദൈവാത്മാവിൻ നിറഞ്ഞ സഹവാസവും സംബന്ധവും യേശു എന്ന മഹാദൈവമേ, ഞങ്ങളുടേതായ പ്രാർത്ഥനാ വിഷയങ്ങളില്, ഞങ്ങൾ നിന്റെ മിഷൻ വേലകളില് ഇതിൽ പങ്കുചേർന്നവര്, അധ്വാനിക്കുന്നവര്, രാവും പകലും ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവര് എല്ലാ മക്കളിലും എന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ.